ഹായ്, എല്ലാവർക്കും സൈറ ലെർണിങ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 22ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്നുള്ളത് അറിയാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത്തരം ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കി നോക്കാം. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. ആ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ അതിൽ 5 ക്വസ്റ്റ്യൻസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ മറ്റേത് 5 ക്വസ്റ്റ്യൻസ് വേറെ ആയിരുന്നു അല്ലെ? അപ്പൊ അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒരു വീഡിയോയിലൂടെ നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് തുടങ്ങിയാലോ? യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇങ്ങനെ ഒരു രണ്ട് ടേബിൾ തന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലേ? അതിൽ ആദ്യത്തെ ടേബിളിൽ എന്താണ് തന്നിരിക്കുന്നത്? ഡിസീസ് വൈസ് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ മൊത്തത്തിലുള്ള പേഷ്യൻസിൽ എത്ര പേർക്ക് ഹേർട്ട് ഡിസീസ് ഉണ്ട്, എത്ര പേർക്ക് എയ്ഡ്സ് ഉണ്ട്, എത്ര പേർക്ക് TB ഉണ്ട്, എത്ര പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, എത്ര പേർക്ക് കിഡ്നി ഡിസീസ് ആണ്, ബാക്കി ഡിസീസ് ഉള്ളവർ എത്ര പേർ എന്നുള്ളതിന് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. താഴെ എന്താ തന്നിരിക്കുന്നത്? ഇതിനകത്ത് ഡിഫറെന്റ് കോണ്ടിനെന്റൽ ആയിട്ട് ഉള്ള മൊത്തം പേഷ്യൻസിന്റെ എത്രയാണ് മൊത്തം പേഷ്യൻസ് എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ളത് പ്ലസ് കിഡ്നി പേഷ്യൻസ് നമ്മൾ ഓൾറെഡി കിഡ്നി ഡിസീസ് മോൾ തന്നിട്ടുണ്ട് അല്ലെ? കിഡ്നി ഡിസീസിലെ കിഡ്നി പേഷ്യൻസിന്റെ പെർസെന്റേജുമാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഡാറ്റ തന്നിരിക്കുന്നത് എന്താണ്? 800 കോടിയാണ് 2023 മൊത്തം ലോകത്തിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ 2023 ഡിസീസിന്റെ കണക്കാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ 2023 മൊത്തത്തിൽ ലോകത്തിൽ 800 കോടിയാണ് പോപ്പുലേഷൻ. അതിൽ 10% ആളുകൾ പേഷ്യൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എത്ര കോടി ആളുകളായിരിക്കും പേഷ്യൻസ് ആയിട്ടുണ്ടാവുക? 800 കോടിയുടെ 10% മീൻസ് എത്രയാണ് വരിക? 80 കോടി ആയിരിക്കും വരിക അല്ലെ? അപ്പൊ 80 കോടി ആളുകൾ ഇവിടെ എന്താണ്? പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ 80 കോടി ആളുകളാണ് പേഷ്യൻസ് ആയിട്ടുള്ളത്. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടുമല്ലോ. എത്ര കോടിയായിരിക്കും? 80 കോടി ആളുകളായിരിക്കും പേഷ്യൻസ് ആയിട്ട് ഉണ്ടാവുക. ഈ 10% എന്ന് പറയുന്നത് എത്രയാണ്? 80 കോടിയാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 80 കോടി ആളുകൾ എന്താണ്? നമ്മുടെ പേഷ്യൻസ് ആണ് അല്ലെ? ഇനി അതിലെ നമുക്ക് ഓരോ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ആ 80 കോടിയുടെ ഒരു കാര്യം കണ്ടുപിടിച്ച് വെക്കാം. കിഡ്നി ഡിസീസ്, കാരണം കിഡ്നി പേഷ്യൻസിന് എണ്ണം എടുത്താന്നല്ലോ. കിഡ്നി ഡിസീസ് മാത്രം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 80 കോടിയുടെ 30%, 80 കോടിയുടെ 30% എത്രയാ? 80 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ 8 കോടി ആയിരിക്കും അല്ലെ? 30% എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 10%ത്തിന് 3 കൊണ്ട് ഗുണിച്ചാൽ 30% കിട്ടില്ലേ? 8 ഇൻറ്റു 3 24 കോടി ആളുകളായിരിക്കും എന്ത്? കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ അല്ലെ? 24 കോടി ആളുകളാണ് കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ. ആ 24 കോടിയിലെ 10% യൂറോപ്പിൽ നിന്നാണ്. ദാറ്റ് മീൻസ് 2.4 കോടി. 5% ഓസ്ട്രേലിയയിൽ നിന്നാണ് അല്ലെ? അങ്ങനെയുള്ള ആ ഒരു പെർസെന്റേജ് കണക്കാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ചോദ്യം നോക്കൂ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നും എഴുതാതെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ചോദ്യം എന്താ? ഇഫ് ദ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് ഇൻ സൗത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലെ കിഡ്നി പേഷ്യൻസിന്റെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ എന്താ? മൊത്തം കിഡ്നി പേഷ്യൻസിന് 40% സൗത്ത് അമേരിക്കയിലുള്ളത്. അത് ഡിക്രീസസ് ബൈ 25%, 25% കുറഞ്ഞാൽ ശരിക്കും 40%ന്റെ 25%, നമ്മൾ അതിന്റെ വാല്യൂ ഒന്നും ഇപ്പൊ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. എന്നിട്ട് അതിന്റെ 25% കുറയ്ക്കാനും നിൽക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക 40%ന്റെ 25% എത്രയാണ്? 40%ന്റെ 25% എങ്ങനെ കാണാം? എങ്ങനെ 25% കാണാം? ഡിവൈഡ് ബൈ 4 ചെയ്താൽ പോരെ? അപ്പൊ 40 ഡിവൈഡ് ബൈ 4 10% കുറവ്. അപ്പൊ 40%നേക്കാൾ 10% കുറവ് മീൻസ് 30% ആവുകയാണെങ്കിൽ അല്ലെ? അല്ലെങ്കിൽ 10% കുറയാ മീൻസ് എത്ര പെർസെന്റേജ് ആയിരിക്കും കുറയാന്ന് ആലോചിച്ചേക്ക്. കിഡ്നി ഡിസീസുള്ള ആളുകൾ 24 കോടിയാണ്. അതിൽ നിന്ന് 2.4 കോടിയല്ലേ 10% കുറയാ മീൻസ്, അതായത് 40 മൊത്തം രോഗികളുടെ 24 കോടിയുടെ 40% ആണ് എന്തെന്ന് പറയുന്നത്? കിഡ്നി ഡിസീസിൽ സൗത്ത് അമേരിക്കയിലുള്ള ആളുകൾ അല്ലെ? മൊത്തം കിഡ്നി ഡിസീസുള്ള ആളുകൾ 24 കോടിയാണ്. അതിനകത്ത് 40% സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. സോ ആ 40%ത്തിന് 25% കുറയാ മീൻസ് 10% കുറയാ എന്നുള്ളതാണ് അർത്ഥം. 40%ത്തിന് 25% എന്ന് പറയുമ്പോൾ 40/4 10% കുറയാ എന്നുള്ളതാണ്. അതായത് 24 കോടിയുടെ 10% കുറയാ എന്ന് വെച്ചാൽ എത്ര കോടി? 2.4 കോടി. അപ്പോൾ കിഡ്നി പേഷ്യൻസ് എത്ര കുറയുന്നു വെച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്നത് എത്ര കുറയുന്നത്? 24 കോടിയുടെ 10% കുറയും അല്ലേ? അപ്പൊ എത്ര ശതമാനമായിരിക്കും കുറയാ? മൊത്തം കിഡ്നി പേഷ്യൻസ്, ലോകത്തുള്ള കിഡ്നി പേഷ്യൻസിന് 10% കുറയാ. ശരിക്കും 24 കോടിയോ 2.4 കോടിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആലോചിക്കുമ്പോൾ 40%ത്തിൽ നിന്ന് 10% പോയി 30%. അപ്പോൾ മൊത്തം ലോകത്തിലെ എത്ര ശതമാനം കുറഞ്ഞു? 10% രോഗികളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ ജസ്റ്റ് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഈ 40%ന്റെ 25% എത്രയാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതിൽ വേറെ ഒന്നും വേണ്ട. നമുക്ക് 80 കോടിയോ 24 കോടിയോ പിന്നെ അതിന്റെ 40%, അതിന്റെ 10%, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. യെസ്. മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ആഫ്രിക്ക ടു ദ ടോട്ടൽ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് ഇൻ ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക ടുഗദർ? അപ്പൊ ഏഷ്യയിലെയും നോർത്ത് അമേരിക്കയിലെയും എന്ത് കണ്ടുപിടിക്കണം? കിഡ്നി പേഷ്യൻസിന്റെ എണ്ണവും നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ആഫ്രിക്കയും കണ്ടുപിടിക്കണം. ആഫ്രിക്കയിലെ നമ്പർ ഓഫ് പേഷ്യൻസ് എത്രയാ? ആഫ്രിക്കയിലെ 25%. എന്തിന്റെ 25% ആയിരിക്കും ആഫ്രിക്കയിലെ മറ്റേതെന്ന് പറയുന്നത്? എന്താ പറയാ, കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്നത്, സോറി, കിഡ്നി പേഷ്യൻസിൽ നമ്പർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് മൊത്തം രോഗികളുടെ 25% അല്ലേ? മൊത്തം രോഗികൾ എത്രയാ? 800 കോടിയുടെ 10%. എത്ര കോടി? 80 കോടി. ആ 80 കോടിയുടെ 25% എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ബൈ 4. 80 കോടിയുടെ 50% എന്ന് പറയുമ്പോൾ 40 കോടി. അതിന്റെയും പകുതി ആയിരിക്കും 25%, അല്ലെ? അപ്പൊ 20 കോടിയാണ് എന്തെന്ന് പറയുന്ന സാധനം? നമ്മുടെ പേഷ്യൻസ് ഇൻ ആഫ്രിക്ക, അല്ലെ? 20 കോടിയാണ്. സോ അതേ ഡിവൈഡ് ബൈ 20 കോടി എന്നുള്ളതിന് 20 എഴുതിയാൽ മതി കേട്ടോ. അടുത്ത എന്താണ്? കിഡ്നി പേഷ്യൻസ് ഇൻ ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക ടുഗദർ. ഏഷ്യയിലെയും നോർത്ത് അമേരിക്കയിലെയും കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം എത്രയാണ്? 20%, 15%. സോ ടോട്ടൽ എത്ര ശതമാനം? 35%. എന്തിന്റെ 35% കാണണം നമ്മൾ? 35% ഓഫ് ടോട്ടൽ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളുടെ എണ്ണം എത്രയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച്? 24 കോടിയാണ്. ആ 24 കോടിയുടെ 35% കാണും, അല്ലേ? അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ 24 കോടി ഇൻറ്റു 35% എന്നുള്ളതിന് ഇൻറ്റു 35/100 എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 24 കോടിയുടെ 35% കണ്ടുപിടിക്കാം. ഇനിയിപ്പോ ഇതിന് നേരത്തെ തന്നെ എന്ത് എഴുതിയാൽ മതി? 80 ഇൻറ്റു 25. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 80 ഇൻറ്റു 25, 25% എന്നുള്ളതിന് 25 എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബൈ 100 എഴുതി കഴിഞ്ഞാൽ താഴെ നമ്മൾ പെർസെന്റേജ് എഴുതുമ്പോൾ ബൈ 100 എഴുതുമ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. അപ്പൊ 80 ഇൻറ്റു 25 എന്ന് മാത്രം എഴുതിയാൽ മതി. എന്ത് കണ്ടുപിടിക്കാൻ? ആഫ്രിക്കയിലെ ടോട്ടൽ കിഡ്നി പേഷ്യൻ, സോറി, ടോട്ടൽ രോഗികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. അതായത് 800 കോടിയുടെ 10% എന്ന് വെച്ചാൽ 80 കോടി ലോകത്തിൽ മൊത്തം പേഷ്യൻസ് ആണ്. അതിലെ 25% ആഫ്രിക്കയിലെ പേഷ്യൻസ്. സോ 80 ഇൻറ്റു 25 തൽക്കാലം എഴുതാം റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റേഷ്യോയിലെ താഴെയും മുകളിലും പെർസെന്റേജ് ആണ് നമ്മൾ എഴുതുന്നെങ്കിൽ ബൈ 100 എഴുതാൻ നിൽക്കണ്ട. 25/100 ആണ് എന്തെന്ന് പറയുന്ന സാധനം? നമുക്ക് പെർസെന്റേജ് എന്ന് അറിയാം. പക്ഷെ ആ ബൈ 100 എഴുതാൻ നിൽക്കണ്ട. കാരണം താഴത്തെ 100 മുകളത്തെ 100 വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. അപ്പൊ 80 ഇൻറ്റു 25 മാത്രം എഴുതിയാൽ മതി. അടുത്ത് എന്ത് എഴുതണം? 24 കോടിയുടെ എത്ര ശതമാനമാണ്? 35%. 24 ഇൻറ്റു 35 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ഇതിനെ വെട്ടി ചെറുതാക്കിയാൽ മതി. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട? ഓരോന്നും കണ്ടുപിടിച്ച് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. ജസ്റ്റ് 80 കോടിയുടെ 25% എന്നുള്ളതിന് 80 ഇൻറ്റു 25 ഇവിടെ 24 കോടിയുടെ 35%. 35% എങ്ങനെ കിട്ടിയേ? 15% നോർത്ത് അമേരിക്കയിലും ഏഷ്യയിൽ 20% ഉള്ള കിഡ്നി പേഷ്യൻസിനെ. സോ ടോട്ടൽ 35%. എത്രയുടെ? മൊത്തമുള്ള ലോകത്തുള്ള കിഡ്നി പേഷ്യൻസിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 80 കോടിയുടെ 30% എന്ന് വെക്കുമ്പോൾ 24 കോടി, അല്ലെ? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ? ഇതിനെ വെട്ടിക്കളയാ. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതാ 25ഉം 35ഉം എന്തിൽ പോവും? 5ൽ പോവും, അല്ലെ? 25ൽ 5 5 പ്രാവശ്യം, 35ൽ 7 പ്രാവശ്യം. പിന്നെ 80 24 എന്തിൽ പോവും? 80 24 നമുക്കറിയാം 4ൽ പോവും, അല്ലെ? അല്ലെങ്കിൽ വേണമെങ്കിൽ 8ൽ പോവില്ലേ? 80ൽ 10 പ്രാവശ്യം 8 പോവും. 24ൽ എത്ര പ്രാവശ്യം 8 പോവും? 3 പ്രാവശ്യം പോവും, അല്ലെ? സോ ഇനി വല്ലതും വെട്ടി ചെറുതാക്കാറുണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് 10 ഇൻറ്റു 5 50 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 21. സോ ദാറ്റ് മീൻസ് 50:21. എത്ര എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യൊന്നും വേണ്ട, അതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് ചെയ്യൊന്നും വേണ്ട. റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ, പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ ജസ്റ്റ് ആ വാല്യൂ ഇൻറ്റു ആ പെർസെന്റേജിന് പകരം ആ ബൈ 100 എന്ന് എഴുതണ്ട. എന്ത് എഴുതിയാൽ മതി? ഇപ്പൊ 25% ആണെങ്കിൽ 25 എന്ന് എഴുതിയാൽ മതി. താഴെയും പെർസെന്റേജ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം, മുകളിലും താഴെയും പെർസെന്റേജ് ആണ് എഴുതുന്നെങ്കിൽ മാത്രം. അപ്പൊ താഴെയും അതുപോലെ 24 കോടിയുടെ 35% എന്നുള്ളതിന് നമ്മൾ 24 ഇൻറ്റു 35 എഴുതി വെട്ടിച്ചെറുതാക്കി നമുക്ക് ആൻസർ കിട്ടി. സോ 50:21 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ നമ്പർ ഓഫ് ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് ഇൻ ദ വേൾഡ് ഇൻക്രീസസ് ബൈ 6%, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് നോക്കണം? മൊത്തം രോഗികളുടെ, അല്ലെ, ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് ഇഫ് ദ നമ്പർ ഓഫ് ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് 6% ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. ആ 6%ന് 6% കൂടിയാൽ എന്നാണ് പറഞ്ഞേക്കണം. in the world increases by 6% and that of heart disease increases by 22%, then what will be the new ratio of the number of hepatitis patients to the number of heart disease patients in the world എന്നാണ് പറയണത്. നമ്മളിത് ചെയ്യേണ്ടത് ഒന്നുകിൽ നമുക്കിത് എന്ത് ചെയ്യാം? ഓൾറെഡി നമുക്കറിയാവുന്ന കേസാണ്. ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് എന്ന് പറയുന്നത് മൊത്തം രോഗികളുടെ 6%. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 80 കോടിയാണ് മൊത്തം രോഗികൾ. അതിന്റെ 6% എന്നുള്ളതിന് 6 എന്ന് എഴുതാം. ഇതൊരു 6% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് എഴുതണ്ട? 6/100 എന്ന് എഴുതണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ താഴെ വെട്ടി കളയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എഴുതണ്ട, 6 എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഒരു 6% കൂടുക മീൻസ് എത്ര ശതമാനം? 80 ഇൻറ്റു 6ന്റെ 6% കൂടുക മീൻസ് 106% ആയിരിക്കും വരിക. 6% കുറയാ മീൻസ് 100 - 6 94% എഴുതേണ്ടത്. 6% ഇൻക്രീസ് ചെയ്യുക മീൻസ് എത്ര എഴുതണം?
100A+6 106%. വീണ്ടും എഗെയിൻ പെർസെന്റേജ് ആയതുകൊണ്ട് താഴെ നമ്മൾ രണ്ടിന്റെയും വീണ്ടും അതായത് നമ്മുടെ ഹേർട്ട് ഡിസീസിന്റെ കേസിലും ഇതേപോലെ നമ്മൾ രണ്ടിന്റെയും പെർസെന്റേജുകൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണ്ട ബൈ 100 എഴുതണം. ജസ്റ്റ് 80 × 6 × 106 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ താഴെ എന്താണ് ഹേർട്ട് ഡിസീസുള്ള ആളുകളുടെ എണ്ണം 22% കൂടി. ഹേർട്ട് ഡിസീസുള്ള ആളുകൾ എത്രയാണ് ഇവിടെ 22% ഓൾറെഡി ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് 80 കോടിയുടെ 22% എന്നുള്ളതിന് 80 × 22 എന്ന് എഴുതും. ഇൻറ്റു അതിന്റെ എത്ര ശതമാനം വീണ്ടും 22% ഇൻക്രീസ് ചെയ്യുക മീൻസ് എത്രയാണ് 122 എന്ന് എഴുതിയാൽ മതി. സോ ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഓൾറെഡി 80 പോയി, പിന്നെ 6 അല്ലെ 22 നമുക്കറിയാം 6 2 3 പ്രാവശ്യം 22 11 പ്രാവശ്യം അല്ലെ. ഇനിയോ അടുത്ത് എന്തൊക്കെ വെട്ടി പോകാൻ പറ്റുന്ന ആലോചിച്ച് നോക്കിയേ. വേറെ എന്തെങ്കിലുമൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നത് 122 106 എന്തിൽ പോകും 2 പോകും. 106 പ്രാവശ്യം പോവും 2 53 പ്രാവശ്യം പോകും അല്ലെ. അപ്പൊ 53 എന്ന് എഴുതി. 122 12 6 സോറി 12 2 6 പ്രാവശ്യം. ഇനി നമുക്ക് വല്ലതും വെട്ടിക്കളയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഒന്നും വെട്ടിപ്പോവാനില്ല. അപ്പൊ ജസ്റ്റ് ഗുണിച്ച് എഴുതി നോക്കാം. 3 × 53 50 × 3 150 3 × 3 9. സോ 159:2 താഴത്തെ നമുക്ക് വേണ്ട, കാരണം ഓൾറെഡി 159:2 എന്ന് വരുന്ന 671 മാത്രമാണ്. സോ 159:671 ആയിരിക്കും ആൻസർ. അപ്പൊ കണ്ടോ നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. ജസ്റ്റ് എന്താ കണ്ടുപിടിച്ച് 80 കോടിയുടെ 6% ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗി. അപ്പൊ 80 × 6 എന്ന് എഴുതി. അതൊരു 6% കൂടെ കൂടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ 6% എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓൾറെഡി 80 × 6 എന്ന് പറയുമ്പോൾ അത് 100%ആണ്. അതിനേക്കാൾ 6% കൂടുക മീൻസ് 106% ആയിട്ട് അത് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് 80 കോടിയുടെ 22% ഹെർട്ട് ഡിസീസ് ഉള്ള രോഗികൾ. അത് 22% കൂടുക മീൻസ് 122 എന്ന് എഴുതാം. സോ എന്നിട്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 159:671 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? യെസ്, മൂവിങ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? The number of kidney patients in Australia is approximately dash percentage of the number of heart disease in the world. അല്ലെ? So number of kidney patients in Australia. Kidney patients in Australia. ഓസ്ട്രേലിയയിൽ 5% എത്ര കോടിയുടെ? ഇവിടെയുള്ളത് നമുക്ക് 24 കോടിയാണെന്ന് അറിയാലോ. ആ കിഡ്നി പേഷ്യൻസിന്റെ 24 കോടിയുടെ 5%. വേണമെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എളുപ്പമല്ലേ. 24 കോടിയുടെ 5% എന്ന് പറയുമ്പോൾ 24 കോടിയുടെ 10% എത്രയാ? 2.4 ആണ്. 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി എത്ര കോടിയായിരിക്കും? 1.2 കോടിയായിരിക്കും അല്ലെ. 1.2 കോടിയാണ് നമുക്ക് കിട്ടി. പിന്നെ ആ 1.2 കോടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഷ്യൻസ് ഓഫ് ഹേർട്ട് ഡിസീസ് ഇൻ ദ വേൾഡ്. ഹേർട്ട് ഡിസീസ് എത്രയാണ് മൊത്തത്തില്? ഹേർട്ട് ഡിസീസ് ഇത് വേണമെങ്കിൽ പെർസെന്റേജ് നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെച്ച് ചെയ്താലും നമുക്ക് ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമ്മൾ അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഹേർട്ട് ഡിസീസ് ഇൻ ദ വേൾഡ്. ഹേർട്ട് ഡിസീസ് എത്ര പേരാണുള്ള? ഹേർട്ട് ഡിസീസ് 22% അല്ലെ. എത്രയുടെ? 80 കോടിയുടെ 22%. എത്രയാണ് 80 കോടിയുടെ 10%? 8 കോടി. അപ്പൊ 20% എത്രയാണ്? 16 കോടി. 2% കൂടെ കൂട്ടാന്ന് പറയുമ്പോൾ 16 കോടിയാണ്. 20% എങ്കിൽ 2% എന്ന് പറയുന്നത് 1.6 കോടിയായിരിക്കും. ജസ്റ്റ് അതിനിടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ടോട്ടൽ എത്രയാണ്? 22%. 17.6 കോടി എന്നായിരിക്കും വരാം അല്ലെ. അപ്പൊ ആ 17.6 കോടിയുടെ എത്ര ശതമാനമാണ് 1.2 കോടി എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? താഴെ 17.6 കോടി എന്ന് എഴുതും അല്ലെ, ഇൻറ്റു 100. സോ ഇത് ജസ്റ്റ് നമുക്ക് രണ്ട് ഭാഗത്തും പോയിന്റ് വന്നത് കൊണ്ട് നമുക്ക് ആ 2 പോയിന്റ് ഒഴിവാക്കി 12 176 എന്ന് എഴുതാം. സോ 176ന്റെ എത്ര ശതമാനമാണ് 12 എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഏകദേശം ആലോചിക്കുക. 176ന്റെ 10% എത്രയാ? 17.6 ആണ് അല്ലെ. അപ്പൊ എത്രയായിരിക്കും? 17.6 12 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 17.6 10% അല്ലേ. സോ അതിനേക്കാൾ ചെറുതാണെന്നുള്ളത് നമുക്കറിയാം. സോ ഓപ്ഷനിൽ എല്ലാം ചെറുത് തന്നെയാണ് കിടക്കുന്നത്. സോ 17.6നേക്കാൾ എത്ര കുറവ്? വേണമെങ്കിൽ അതിന്റെ 5% എത്രയായിരിക്കും? 17.6 എന്ന് പറയുമ്പോൾ 8.8 ആയിരിക്കും. എന്തെന്ന് പറയുന്ന സാധനം? 5% എന്ന് പറയുന്ന സാധനം അല്ലെ. 17.6ന്റെ പകുതി എന്ന് പറയുമ്പോൾ 8.8 അല്ലേ. സോ 5% 8.8 ആണ്. 6% എന്ന് പറയുമ്പോൾ ഒരു 1.76 കൂടെ ഇവിടെ കൂടും അല്ലെ. സോ അപ്പോഴും എത്ര ആവുന്നില്ല? 12 ആവുന്നില്ലല്ലോ. സ്റ്റെപ്പ് എത്ര വരുന്നത്? 6 8 7 15 അല്ലെ. ബാക്കി ഒന്ന് എത്ര വരുന്നത്? 8.56 വരുന്നത്. വീണ്ടും ഒരു 1.76 കൂടെ കൂടുമ്പോൾ അതായത് 7%ലേക്ക് വരികയാണെ നമുക്ക് 7% എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയാണ്. സോ 1. എത്ര കൂട്ടണം? 76 കൂട്ടണം അല്ലെ. 1.76 കൂട്ടുമ്പോൾ എത്ര വരുന്നത് നോക്കൂ. 6 6 12 ബാക്കി ഒന്ന് 7 8 5 13 ബാക്കി ഒന്ന് 12.32 എന്നൊക്കെ വരുന്നുണ്ടോ. 7% ആയിട്ടുമില്ല, എന്നാൽ 6% കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്? 6% ജസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലെ. 6% എന്ന് പറയുമ്പോൾ 10.56 അത് കഴിഞ്ഞാൽ പോരെ.
ഏഴിന്റെ അടുത്താണ് അല്ലെ, കാരണം 12.32 എന്നൊക്കെ പറയുമ്പോൾ ഏഴിന്റെ അടുത്താണ്. സോ എത്രയായിരിക്കും പെർസെന്റേജ്? ഇറ്റ് ഈസ് 6.82% ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? യെസ്. മൂവിങ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The number of patients increased by 10% every year in Europe. Then what is the difference between the number of patients in Europe after 2 years and the number of kidney patients in South America in 2023? അല്ലെ, നമ്മൾ ഡിഫറൻസ് കണ്ട് അപ്പൊ നമ്മൾ എന്തായാലും പെർസെന്റേജുകൾ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് നോക്കണം? യൂറോപ്പിലുള്ള രോഗികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കണം. യൂറോപ്പിൽ എത്ര പെർസെന്റേജാ? 10%. 80 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 8 കോടി അല്ലെ. ഇനി അടുത്ത വർഷം എത്ര ശതമാനം കൂടി? 10% കൂടി. 8 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 0.8 കോടി. ദാറ്റ് മീൻസ് 8.8 കോടിയായി എത്രയില്? 2014 അല്ല സോറി 2023 കഴിഞ്ഞാൽ 2024 ആഫ്റ്റർ 2 ഇയേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ 2025 ആവുമ്പോഴേക്കുള്ള സാധനമാണ് നമ്മൾ കാണുന്നത്. 8.8 കോടി വീണ്ടും 10% കൂടി. ദാറ്റ് മീൻസ് 8.8 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 0.88 കോടിയാണ്. ഓക്കെ, 10% എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ 0.88 കോടി. സോ എത്ര വരും? 8 8 16 ബാക്കി 1 9.68 കോടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. എത്ര കോടിയാണ്? 9.68 crore ആണ് എന്ത് നമ്മുടെ യൂറോപ്പിലുള്ള രോഗികളുടെ എണ്ണം 10 വർഷങ്ങൾക്ക് ശേഷം അല്ലെ. സോ പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? കിഡ്നി പേഷ്യൻസ് ഇൻ സൗത്ത് അമേരിക്ക ഇൻ 2023. സൗത്ത് അമേരിക്കയിൽ എത്ര പെർസെന്റേജ് ആണ്? 40% ആണ് അല്ലെ. എത്രയാണ്? നമ്മുടെ കിഡ്നി ഡിസീസ് ഉണ്ടാകുന്ന എത്ര പേരായിരുന്നു? മൊത്തത്തിൽ 24 കോടി. ആ 24 കോടിയുടെ 40%. 24 കോടിയുടെ 40% എത്രയായിരിക്കും? 24 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 2.4. അതിനെ 4 കൊണ്ട് വിളിച്ച് നമുക്ക് എന്ത് കിട്ടും? 40% കിട്ടും. അപ്പൊ 2.4 ഇൻറ്റു 4 എത്ര കിട്ടാം? 4 4 16 ബാക്കി 1 24 8 1 9.6 കോടി എന്നായിരിക്കും കിട്ടുക. അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടാം? 9.68 crore divided by 9.60 എന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 8 അല്ലെ 0 0. ദാറ്റ് മീൻസ് 0.08 എന്താണ്? കോടി എന്നാണ് കിട്ടുക. 0.08 കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണ്? യെസ്, 0.8 crore എന്ന് പറയുമ്പോൾ 80 ലക്ഷമാണ്. 0.08 crore എന്ന് പറയുമ്പോൾ എത്ര ലക്ഷമാണ്? 8 ലക്ഷമാണ്. സോ എത്രയാണ് ഡിഫറൻസ്? 8 ലക്ഷമാണ്. സോ പെർസെന്റേജ് എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, പെർസെന്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വിചാരിക്കുന്ന വലിയ എന്തോ ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നിടത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത്? സോ ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? എ സം ഓഫ് ₹50 is divided among A, B, C in such a way that A gets ₹5 less than B. ഇപ്പൊ എക്ക് കിട്ടുന്ന എന്താണ്? ബിക്ക് കിട്ടുന്നതിനേക്കാൾ 5 രൂപ കുറവാണ് അല്ലെ. ആൻഡ് ബി ഗെറ്റ്സ് ₹10 less than C. അപ്പൊ ആർക്കാണ് കൂടുതൽ കിട്ടുന്നേ? സിക്ക് അല്ലേ അല്ലെ. ബിക്ക് സിനേക്കാൾ 10 രൂപ കുറവാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മണി ഷെയർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ മണി ഷെയറിന്റെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. 50 രൂപയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്കും ബിക്കും സിയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ എങ്ങനെയായിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. സോ എങ്ങനെയാ ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എപ്പോഴും ഈ 50 രൂപേനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ 50നെ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും മിക്കവാറും റേഷ്യോയിലെ എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടുമ്പോൾ കിട്ടും. ഓക്കെ, റേഷ്യോയിലെ എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എങ്ങനെയായിരിക്കും? 50നെ ഹരിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. സോ അപ്പൊ നമുക്ക് ആദ്യത്തെ കേസിൽ നോക്കുമ്പോൾ 1 2 3 3 6 50നെ ഹരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇല്ല. 50/6 എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടല്ല 3 2 3 5 4 9 9നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 3 3 4 7 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 2 3 5 5 10 50നെ 10 വെച്ച് ഹരിക്കാൻ പറ്റും അല്ലെ. സോ 50നെ 10 വെച്ച് ഹരിക്കാൻ മീൻസ് അതായത് ഇവിടുത്തെ ആദ്യത്തെ എക്ക് കിട്ടിയ ഷെയറിനെ 2x ആയിട്ട്, ബിക്ക് കിട്ടിയ ഷെയറിനെ 3x ആയിട്ടും സിക്ക് കിട്ടിയ ഷെയറിനെ 5x ആയിട്ടും എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 10x ആണ് ഷെയർ അവിടെ അല്ലെ. അപ്പോ 2x + 3x + 5x എന്ന് പറയുമ്പോൾ 10x കിട്ടും. ആ 10x ആണ് 50 എന്ന് വിചാരിക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? x = 50/10 5 എന്ന് കിട്ടും. സോ അപ്പൊ ഓരോരുത്തർക്കും കിട്ടുന്ന എത്രയാണ്? എക്ക് 10 രൂപ കിട്ടുന്നു, ബിക്ക് 30 രൂപ കിട്ടുന്നു അല്ലെ. സോറി 3 × 5 15 രൂപ കിട്ടുന്നു. സിക്ക് എത്ര കിട്ടുന്നത്? 25 രൂപ കിട്ടുന്നു. സോ കറക്റ്റ് ആണോ നോക്കൂ. എക്ക് ബിക്ക് കിട്ടുന്നതിനേക്കാൾ 5 രൂപ കുറവ്. ബിക്ക് 15 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിനേക്കാൾ കുറവാണ് എക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? 5 രൂപ കുറവല്ലേ കിട്ടുന്നത്. ഇനി ബിക്ക് സിക്ക് കിട്ടുന്നതിനേക്കാൾ 10 രൂപ കുറവ്. 25 രൂപ സിക്ക് കിട്ടുമ്പോൾ അതിനേക്കാൾ 10 രൂപ കുറഞ്ഞിട്ടുള്ള 15 ആണ് കിട്ടുന്നത്. സോ അപ്പൊ നമുക്ക് നോക്കാനൊന്നുമില്ല. ആൻസർ എത്രയാ? 2:3:5.
ക്ലിയർ? ഓപ്ഷൻ കണ്ടുപിടിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഈ സാധനത്തിൽ. സോ അല്ലെങ്കിൽ നമ്മളിത് കുറെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഫ്രം ദി ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം എന്താ? ഒരു 500 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ് ക്രോസസ് എ ടണൽ ഇൻ 10 സെക്കൻഡ്സ്. വാട്ട് ഈസ് ലെങ്ത് ഓഫ് ദ ടണൽ എന്നുള്ളതാണ് ചോദ്യം. അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. നമ്മളൊരു ടണൽ, അല്ലെ? ഇതൊരു ടണൽ ആണെങ്കിൽ ഈ ടണലിനെ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യണമെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കണം എന്നുള്ളത് നമുക്കറിയാം. ട്രെയിൻ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ ഇപ്പോ എന്ത് പോയിട്ടില്ല, നമ്മുടെ ടണലിനെ കടന്നു പോയിട്ടില്ല, അല്ലെ? ടണലിനെ കടന്നുപോയി എന്ന് പറയാൻ പറ്റുക ഇവിടെ ഇങ്ങനെ ട്രെയിൻ പൂർണ്ണമായും ടണലിനെ കടന്നുപോയി എന്ന് പറയണമെങ്കിൽ ആ ടണലിന്റെ ലാസ്റ്റ് എൻഡിലേക്ക് ട്രെയിനിന്റെ ലാസ്റ്റ് എൻഡ് എത്തണം. അപ്പോഴാണ്. അപ്പൊ ട്രെയിൻ മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ കടന്നു പോയിട്ടില്ല, അങ്ങനെ 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 പോയി 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 ലാസ്റ്റ് ട്രെയിനിന്റെ എൻഡും കൂടെ എത്തുമ്പോഴാണ്. അതായത് ദാറ്റ് മീൻസ് ടണലിന്റെ ദൂരം പ്ലസ് ട്രെയിനിന്റെ ദൂരമാണ് അവിടെ സഞ്ചരിച്ചിട്ടുണ്ടാവുക, അല്ലെ? സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്കറിയാം. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ചോദ്യം ഇവിടെ ലെങ്ത് ഓഫ് ദ ടണൽ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും, അല്ലെ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും വരിക? ഓൾറെഡി 500 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളം, പ്ലസ് ഇതിന്റെ നീളം നമുക്ക് അറിയില്ലല്ലോ. ഏതിന്റെ? ടണലിന്റെ നീളം നമുക്ക് അറിയില്ല. സോ ടണലിന്റെ നീളത്തെ നമുക്ക് തൽക്കാലം എക്സ് ആയിട്ടോ അല്ലെങ്കിൽ ടണലിനോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം അവിടെ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. ഓൾറെഡി ഇവിടെ മീറ്ററിലും മീറ്റർ പെർ സെക്കൻഡിലും ഒക്കെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ കൺവേർഷന്റെ ഒന്നും ആവശ്യമില്ല. സ്പീഡ് എത്രയാണ്? 100 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 100 എന്ന് എഴുതും, അല്ലെ? ഇൻറ്റു ടൈം എത്രയാണ്? 10 സെക്കൻഡ്. ദാറ്റ് മീൻസ് 500 പ്ലസ് എക്സ് ഈക്വൽ ടു 100 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000, അല്ലെ? അപ്പൊ 500 എന്ത് കൂട്ടുമ്പോൾ നമുക്ക് 1000 കിട്ടാം? 500 അല്ലേ? സോ ടണലിന്റെ ലെങ്ത് എത്രയാ? 500 മീറ്റർ ആണ്. അതിനൊറ്റ ലോജിക്ക് മതി. ട്രെയിന് ഒരു പാളത്തിനെയല്ല, ഒരു പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നീളമുള്ള ഒരു സാധനത്തിനെ കടന്നു പോകാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഓൾറെഡി ആ പാലത്തിന്റെയോ അല്ലെങ്കിൽ ടണലിന്റെയോ നീളം പ്ലസ് ആ ട്രെയിനിന്റെ നീളമാണ് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈസിലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ, അല്ലെ? നമുക്ക് അതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ പിന്നെ നമുക്ക് ആ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ അറിഞ്ഞാൽ മതി. മൂവിങ്. യെസ്, ഇതൊരു ചോദ്യമായിരുന്നു, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഓരോരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം, അല്ലെ? ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ എ ആൻഡ് ബി ഓൺലി, ബി ആൻഡ് സി ഏതോ രണ്ടെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം, അല്ലെ? സോ എ മാൻ പർച്ചേസ്ഡ് an item at 4/5 ഓഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്, അല്ലെ? ഒരു എത്രയാണോ സെല്ലിംഗ് പ്രൈസ് അതിന്റെ 4/5 സെല്ലിംഗ് പ്രൈസ് എക്സ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ 4/5 അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4/5 ഓഫ് എന്ത് പ്രൈസ് ആണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആണ് കേട്ടോ. ഓക്കെ, സോ ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് 5% മോർ ദാൻ എക്സ്. ഓക്കെ, എക്സിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ ഓക്കെ, അപ്പൊ എന്നിട്ട് 5% കൂട്ടി വിൽക്കുകയാണെങ്കിൽ, അതായത് ഓൾറെഡി വിറ്റുകൊണ്ടിരുന്ന എക്സിനേക്കാൾ ഒരു 5% കൂടി കൂട്ടി വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ള പറഞ്ഞേക്കണം. എ മാൻ പർച്ചേസ്ഡ് an item at 4/5 of selling price x and sold it at 5% more than x. His gain percentage is 25% എന്നാ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? ഈ സെല്ലിംഗ് പ്രൈസിനെ, ഈ എക്സ് എന്നുള്ള വാല്യൂവിനെ നമുക്ക് ജസ്റ്റ് 100 ആയിട്ടൊന്ന് പരിഗണിക്കാം. ഓക്കെ, സോ എക്സിനെ ഞാൻ 100 ആയിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. തന്നെ ആവണമെന്നില്ല, ജസ്റ്റ് നമ്മൾ 100 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 4/5 into 100. 4/5 into 100 എന്ന് പറയുമ്പോൾ എത്ര വരിക? 5 100ൽ എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം പോകും. സോ 4 into 20 എത്ര കിട്ടാം? 80 എന്ന് കിട്ടും, അല്ലെ? അപ്പൊ 80 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വാങ്ങിച്ചിരിക്കുന്നത്, ആണല്ലോ? 80 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത്. സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 80 രൂപയാണ്. ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് 5% മോർ ദാൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഓൾറെഡി എത്ര നമ്മൾ എടുത്തേക്കണം? 100 ആണ്. അതിനേക്കാൾ 5% കൂടി കൊടുക്കുക മീൻസ് 105 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ, അല്ലെ? 100ന്റെ 5% എത്രയാ? 100ന്റെ 10%, 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 5. പിന്നെ 100ന്റെ എത്ര ശതമാനം കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. സോ 105 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഗെയിൻ പെർസെന്റേജ് 25% ആണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. സോ 80 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 105 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് അവിടെ ലാഭം കിട്ടുന്നത്? 25 രൂപ ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ അത് 80ന്റെ
25% ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 80ന്റെ 25% ആയിരിക്കും 25 എന്ന് പറയുന്ന സാധനം. 80ന്റെ 25% എത്രയാ? 80ന്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ ആണല്ലോ. ഗെയിൻ പെർസെന്റേജ് കാണുമ്പോൾ എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വാങ്ങിയ വിലയുടെ എത്ര പെർസെന്റേജ് എനിക്ക് ലാഭമായിട്ട് കിട്ടി എന്നുള്ളതാണ് വേണ്ടത് അല്ലേ. സോ 80 രൂപയുടെ 25% എത്രയാ? 80 രൂപയുടെ 25% മീൻസ് 80/4 20 ആയിരിക്കും, 25 ആയിരിക്കില്ല. സോ ഓപ്ഷൻ എ തെറ്റാണ് അല്ലെ. ഓപ്ഷൻ എ തെറ്റാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുമല്ല ഇതുമല്ല അല്ലെ. ഏതുമല്ല? ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ഡിയും അല്ല. സോ ഇനി ബി ആണോ സി ആണോ? ദാറ്റ് മീൻസ് ബി ആൻഡ് സി ഓൺലി, സി ആൻഡ് ഡി ഓൺലി. ഇതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ബിയും കൂടെ നോക്കാം. ബിയുടെ കേസ് നമുക്ക് നോക്കുമ്പോൾ എന്താണ്? എ ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് എ വെയിറ്റ് ഓഫ് 900 gram ഫോർ എ കിലോഗ്രാം വെയിറ്റ്. ഹിസ് ഗെയിൻ ഈസ് 11.9% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അയാൾ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് എന്ത് കൊടുക്കുന്നത്? സാധനം കൊടുക്കുന്നത്. പക്ഷേ അവിടെ ആൾ ചെറിയൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട്. എന്ത് ഉപയോഗിക്കുന്നു? 1 കിലോഗ്രാം വെയിറ്റിന് പകരം 900 gram വെയിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. 900 ഗ്രാമിന്റെ വെയിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആളുടെ ഗെയിൻ പെർസെന്റേജ് എന്ന് പറയുന്ന 11.9% ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നോക്കൂ, ഇവിടെ ശരിക്കും 1 കിലോ കൊടുക്കേണ്ട സ്ഥലത്ത് അയാൾ എത്ര ഗ്രാമേ കൊടുക്കുന്നുള്ളൂ? 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ ശരിക്കും അയാൾക്ക് എത്ര ഗ്രാം ലാഭം കിട്ടുന്നുണ്ട്? 100 ഗ്രാം ഓരോ സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ 100 ഗ്രാമിന്റെ വില ആൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. ആൾക്ക് ചെലവാകുന്ന എത്ര ഗ്രാമേ ചെലവാകുന്നുള്ളൂ? 900 ഗ്രാമിന്റെ പൈസ ചെലവാകുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 900 ഗ്രാമിലാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലെ. 100 ഗ്രാമിന്റെ പൈസ അയാൾക്ക് ലാഭമായിട്ട് കിട്ടുന്നു. ശരിക്കും അയാൾക്ക് ചെലവാകുന്ന പൈസ എത്രത്തിന്റെ ചെലവാകുന്നുള്ളൂ? 1000 ഗ്രാമിന്റെ ചെലവാകുന്നുണ്ടോ? ഇല്ല, 900 ഗ്രാമിന്റെ ചെലവാകുന്നുള്ളൂ അല്ലെ. അപ്പൊ 100/900 ഇൻറ്റു 100 ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. സോ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ എത്രയാ വരിക? നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ രണ്ട് പൂജ്യങ്ങൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 100/9 എന്ന് കിട്ടും. 100/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? That is 11.9% ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഹരിച്ചു 10 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം അല്ലെ. 9 ബാക്കി 1 ശിഷ്ടം വീണ്ടും 10 എന്ന് വരും. 10 എത്ര പ്രാവശ്യം? വീണ്ടും again ഒരു പ്രാവശ്യം അല്ലെ. 9 ബാക്കി 1 ശിഷ്ടം മുകളിൽ by 9 താഴെ. സോ 11.9%. അപ്പൊ ശരിയല്ലേ? ഓപ്ഷൻ ബി അപ്പൊ ശരിയാണ്. അപ്പൊ ബി ആൻഡ് സി ഓൺലി ഇതാണ് ശരി വരിക. സി ആൻഡ് ഡി അല്ല. ഇതാണ് ബി ആൻഡ് സി ഓൺലി. അത് വേണമെങ്കിൽ ഇതും കൂടെ നോക്കാം. ഇഫ് ലോസ് ഈസ് 1/3 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. നഷ്ടം എന്ന് പറയുന്നത് ഞാൻ സെല്ലിംഗ് പ്രൈസിന്റെ 1/3 ആണെങ്കിൽ അല്ലെ. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് അഗെയിൻ നമുക്ക് 100 ആയിട്ട് ഇവിടെ വേണ്ട. സോ ജസ്റ്റ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ 1/3 ആണ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് എത്രയായിരിക്കും? ഇറ്റ് ഈസ് 1/3x ആണല്ലോ. സോ 1/3 എക്സ് ആയിരിക്കും വരിക. ഇപ്പൊ വേണമെങ്കിൽ നമുക്കിത് ഒന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഇവിടെ കൊടുക്കും. സപ്പോസ് വേണമെങ്കിൽ 90 ആണ് സെല്ലിംഗ് പ്രൈസ് എടുത്തോ. അപ്പൊ 1/3 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാ? 1/3 ഇൻറ്റു 90 ഇറ്റ് ഈസ് എത്ര വരുന്നത്? 30 അല്ലെ. അപ്പൊ എത്രയാണ്? 90 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 30 രൂപ നഷ്ടം വരുന്നു. മീൻസ് ഞാൻ വാങ്ങിച്ച വില എത്രയായിരിക്കും? ഇറ്റ് ഈസ് 90 + 30 120 രൂപയായിരിക്കും അല്ലെ. അപ്പൊ ആ 120ന്റെ എത്ര പെർസെന്റേജ് ആണ് ലോസ് സംഭവിച്ചത്? ദാറ്റ് ഈസ് 30 എന്ന് പറയുന്നത് 120ന്റെ എത്ര പെർസെന്റേജ് ആണെന്നുള്ള കണ്ടുപിടിക്കുന്നു. സോ 120 എത്രയാണ്? നമുക്കറിയാം എത്ര പെർസെന്റേജ് ആ? 120നെ ഡിവൈഡഡ് ബൈ 3 അല്ലേ. സോറി 120/4 ആണ് 30 അല്ലെ. വേണമെങ്കിൽ ചെറുതാക്കാം. 0 വെട്ടിപ്പോകും. അപ്പൊ 3 12 4 പ്രാവശ്യം പോവും. 4 100 എന്ന് പറയുമ്പോൾ 25% കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ലോസ് പെർസെന്റേജ് എത്രയാണ്? 25% തന്നെയാണ്. സോ ബിയും സിയും തന്നെ ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്ന സാധനം ആൻസർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമുക്ക് ആ ഡിയും നോക്കാം. കാരണം ഇത് എന്തിനാ നോക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് എന്തായാലും ഡി തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് നോക്കിയോളാം. ബൈ സെല്ലിംഗ് 100 pence the vendor gains the selling price of 20 pence അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പേനയ്ക്ക് 1 രൂപ വെച്ചിട്ടാണ് അയാൾ വിൽക്കുന്നതെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു പേനയുടെ വില എത്രയാണ്? 1 രൂപയാണെങ്കിൽ അപ്പൊ 100 പേന വിൽക്കുമ്പോൾ അയാൾക്ക് 100 രൂപ കിട്ടും അല്ലെ. ആ 100 രൂപയിൽ എത്ര രൂപ ലാഭമാണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 pence പറയുമ്പോൾ 20 രൂപ ലാഭമാണ്. സോ അയാളുടെ അപ്പൊ മുടക്കിയ പൈസ എത്രയായിരിക്കും? 100 രൂപയിൽ 20 രൂപ ലാഭം മീൻസ് 80 രൂപയെ ആൾക്ക് ലാഭം വരുന്നുണ്ടാവുള്ളൂ. സോ ആ 80 രൂപ അയാൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ. ആ 80ൽ 20 രൂപ ലാഭമാണ്. സോ 20/80 ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 20/80 ഇൻറ്റു 100 എന്ന് പറയുന്നത് 20% ആണോ? അല്ല അല്ലെ. ഇറ്റ് ഈസ് 1/4 എന്ന് വരും. സോ 1/4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 25% ആയിരിക്കും ഗെയിൻ പെർസെന്റേജ്. 20% ആയിരിക്കും. സോ അപ്പൊ ഏതൊക്കെയാണ് ആൻസേഴ്സ്? ഓപ്ഷൻ ബി ആൻഡ് സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. ക്ലിയർ? യെസ്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 5 മിസ്സിംഗ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഏത് വരുമ്പോഴാണ് ഇവിടെ ഇത് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. സോ ഇവിടെ ഞാനത് ആൻസറിലേക്ക് പോവാണേ. ഇവിടെ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കിക്കേ. 1
2 3 4 5 6 7 8 9 11 12 13 14 15 16 അല്ലെ 16. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി പകുതിയാക്കുക എന്നുള്ളതാണ്. ഇതിനെ ഒന്ന് പകുതിയാക്കി ഒന്ന് ഡിവൈഡ് ചെയ്തേ. 1 2 3 4 5 6 7 8 എട്ടെണ്ണത്തിന്റെ അടുത്ത് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം. സോ നോക്കൂ ഡി എ അല്ലെ ഇവിടെയും ഡി എ. അപ്പൊ അടുത്ത ഓട്ടോമാറ്റിക്കലി ഇവിടെ വരിക ചിലപ്പോൾ എ ആയിരിക്കാം അല്ലെ. ഡി എ എ എന്ന് പറയുന്ന സാധനം ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എ ആവുകൊണ്ട് ഇവിടെ ഏതായിരിക്കും വരിക? എ ആയിരിക്കും വരിക അല്ലെ. സോ അടുത്ത അങ്ങനെ വന്നു എ. പിന്നെ ഇവിടെ ബി ആണ് കിടക്കുന്നത്. ഇവിടെ ഇപ്പൊ ബി വരണം അല്ലെ. പിന്നെ സി ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ. സോ അടുത്ത് എന്ത് വരും? ലാസ്റ്റ് എന്തായാലും സി ആ വന്നിട്ടുണ്ട്. സോ അതിനടുത്ത് എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആദ്യം വന്നിരിക്കുന്നത് എത്രയാണ്? എ ആണ്. പിന്നെ ഏത് വന്നു? സി വന്നു. സോറി ഞാൻ എഴുതിയത് കാണുന്നില്ല അല്ലെ. സോ ഡി എ എ അല്ലെ. ഈ ഒരു എ ഞാൻ എഴുതിയതാണ്. പിന്നെ ഏതാ എഴുതിയേക്കണം? അപ്പൊ എ വെച്ച് തുടങ്ങണം. എ വെച്ച് തുടങ്ങുന്ന എല്ലാ ഓപ്ഷനും എ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. സോ ഇനി ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അത് നമുക്ക് വരാം. മൂന്നാമത്തെ സാധനം എന്താ വരണ്ടേ? മൂന്നാമത്തെ സാധനവും എഗെയിൻ എ ആണ് വരേണ്ടത്. അപ്പൊ എ രണ്ടാമത്തെ സാധനം അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ സ്ഥാനം എ വരുന്ന ഓപ്ഷൻസ് നോക്കൂ. ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. മൂന്നാമത്തെ സ്ഥാനത്തിൽ എ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം. ഇനി അടുത്തതോ? അടുത്തത് ഇവിടെ ബി ആണ് വരേണ്ടത്. എ കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടതാണ് ബി ആണ് അല്ലെ. സോ മൂന്നാമത്തെ എ കഴിഞ്ഞ് ബി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ആയിരിക്കും അവിടുത്തെ ആൻസർ. എ സി എ ബി സി. അപ്പൊ ഈ രണ്ട് സിയും കൂടെ അതിനിടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയില്ലേ? ലാസ്റ്റ് രണ്ട് ഭാഗങ്ങളിൽ 3 സി അടുപ്പിച്ച് വരുന്നു. ഡി എ എ ബി സി 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 ഡി എ എ ബി സി സി സി. കറക്റ്റ് അല്ലേ? ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അടുത്ത ചോദ്യം എന്താ? ഇൻ എ സ്കീം the word father is coded as 1 not 4. How the word mother will be coded in the same scheme എന്നതാണ്. ഓക്കെ. സോ ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെ ലെറ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഇത് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. നമ്പർ ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ ചിലപ്പോൾ കൂട്ടിയതോ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എപ്പോഴും നമുക്ക് നമ്മുടെ എന്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ റഫ് ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യാം. എ മുതൽ എം വരെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം. എ ബി സി ഡി. ഇങ്ങനെ മുകളില് എഫ് ജി എച്ച് ദെൻ ഐ ജെ കെ അല്ലെ എൽ എം വരെ ഒന്ന് എഴുതി വെക്കാം. അതിന് താഴെയായിട്ട് ഇങ്ങോട്ട് എൻ ഒ പി ക്യൂ അതായത് പകുതി വരെ കേട്ടോ. നമ്മൾ മൊത്തത്തിൽ 26 അക്ഷരത്തിൽ 13 അക്ഷരം ആദ്യം എഴുതുന്നു. പിന്നെ തിരിച്ചിങ്ങനെ എഴുതുന്നു കേട്ടോ. ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് എന്ന് എഴുതാം. ഓക്കെ. ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് അതിന്റെ നമ്പേഴ്സും കൂടി ഒന്ന് കൂടിയാ 1 2 3 4 5 6 7 8 9 അതിന്റെ പൊസിഷൻ 10 11 12 13 എന്ന് കോഡ് ചെയ്യുന്നു. അതിന് താഴെയും അതേപോലെ അല്ലെ. 14 15 and 16 17 18 it's 19 and T എന്ന് പറയുമ്പോൾ എത്ര വരിക? 21 അല്ലെ. സോ U എന്ന് പറയുമ്പോൾ 21, V എന്ന് പറയുമ്പോൾ 22 and W 23, yes 24 and 25 26. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എഴുതിയിരിക്കാം. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഫാദറിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് ഒന്ന് കൂട്ടി നോക്കാം. എന്തുകൊണ്ട് ഇത് എഴുതി എന്നുള്ളത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുതരാം. ഫാദറിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് ഒന്ന് കൂട്ടി നോക്കി. എഫ് എത്രാമത്തെ? 6ാമത്തെ. എ 1ാമത്തെ അല്ലെ. ടി 20ാമത്തെ. എച്ച് എത്രാമത്തെയാ? എച്ച് എന്ന് പറയുന്നത് 8ാമത്തെ. ഈ 5ാമത്തെ. ആർ എത്രാമത്തെയാ? ആർ എന്ന് പറയുന്നത് 18ാമത്തെ. ഒന്ന് കൂട്ടി നോക്കിയേ. 6 1 7 27 35 40 58 വരുന്നുള്ളൂ. 58ന്റെ ഇരട്ടി കാണുമ്പോഴൊന്നും 104 വരുന്നുമില്ല അല്ലെ. സോ അപ്പൊ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ചു. ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവിടെ റിവേഴ്സ് ആണ് കോഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എഫിനെ ഞാൻ തിരിച്ചെഴുതുകയാണെങ്കിൽ, അതായത് സെറ്റ് മുതൽ എ വരെ എഴുതുകയാണെങ്കിൽ എഫിന് തൊട്ട് താഴെ വരുന്നത് എ മുതൽ സെറ്റ് വരെ ആദ്യം എഴുതി, എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് സെറ്റ് എന്ന് ഞാൻ തിരിച്ചും കൂടെ എഴുതിയ എഫിന് തൊട്ട് താഴെ വരുന്ന ഏതായിരിക്കും? ലെറ്റർ യു ആയിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. എഫിന് താഴെ യു, ജിന് താഴെ ടി, എച്ചിന് താഴെ എസ്, അങ്ങനെയായിരിക്കും വരിക. ഇനി അതേപോലെ നമ്പർ ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റ് മുതൽ എ വരെ ഞാൻ നമ്പർ ഇട്ട് വന്നാൽ സെറ്റിന് 1, വൈക്ക് 2 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എഫിന്റെ കോഡ് എന്ന് പറയുന്നത്, എഫിന്റെ ലെറ്റർ എന്ന് പറയുന്നത് 21 ആയിരിക്കും. ഓക്കെ. അപ്പൊ എഫിന്റെ കാണാൻ താഴേക്ക് നോക്കുക, യുവിന്റെ കാണാൻ മുകളിലേക്ക് നോക്കുക, ജിയുടെ കാണാൻ താഴേക്ക് നോക്കുക, ടിയുടെ നോക്കുക
മുകളിലേക്ക് നോക്കാം. അപ്പൊ ഇനി ജസ്റ്റ് അതൊന്ന് നോക്കി നോക്കാം, റിവേഴ്സ് കോഡിംഗ് ആണോ എന്നും കൂടെ നോക്കി നോക്കാം. F21 അല്ലെ, എ എന്ന് പറയുന്ന അപ്പൊ എത്രാമത്തെ ആയിരിക്കും? A26 ആയിരിക്കും അല്ലെ, കാരണം തിരിച്ചെഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ആയിരിക്കും എ എന്ന് പറയുന്നത്. സോ 26. ടിയോ, ടി എന്ന് പറയുന്ന സാധനം ഇവിടെ നോക്കുമ്പോൾ 20ാമത്തെ ആണ് ഫ്രണ്ടിലേക്ക് എഴുതുമ്പോൾ വരിക, പക്ഷെ ബാക്കിലേക്ക് എഴുതുമ്പോൾ 7ാമത്തെയാണ്. അപ്പൊ 7. പിന്നെ എച്ച്, എച്ച് എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ ലെറ്ററിന്റെ റിവേഴ്സ് കോഡിംഗ് നോക്കാൻ താഴേക്ക് നോക്കണം കേട്ടോ. 19 താഴത്തെ ആണെങ്കിൽ മുകളിലേക്ക് നോക്കണം, അപ്പൊ 19. പിന്നെ ഏത് കഴിഞ്ഞു? ഇ ഇല്ലേ, ഈ എത്രാമത്തെ ആയിരിക്കും? ഈ 22ാമത്തെ ആയിരിക്കും. ഈ 22ാമത്തെ. ആറോ? ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് 9ാമത്തെ ആയിരിക്കും. സോ ഇതെല്ലാം കൂടെ കൂടി നോക്കൂ. 21, 26, 47, 47, 7, 54, 54, 10, 64, 9 എത്രയാണ്? 73, 73, 20 എത്ര വരിക? 93, 2, 95, 9, 104. കണ്ടോ? കിട്ടുന്നില്ലേ? സോ അപ്പൊ എന്താ ചെയ്തിരിക്കുന്ന? റിവേഴ്സ് കോഡിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് വെച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ, റിവേഴ്സ് പൊസിഷൻ ആണ് ചെയ്തേക്കണം. അപ്പൊ മദർ എം എത്രാമത്തെയാ? നോക്കൂ, എം 14ാമത്തെയാണ് അല്ലെ. സോ എം 14ാമത്തെ പ്ലസ് ഓയോ, ഓ എന്ന് പറയുന്നത് എത്രാമത്തെ നോക്കൂ? ഓ ഓ ഓ ഓ ഓ എന്ന് പറയുന്നത് 15 അല്ലെ. പിന്നെ ബാക്കി നമുക്ക് THER അത് ഓൾറെഡി നമുക്കറിയാം. ഏതാണ്? 7, 9, 22, 9 ആണ് നമുക്കറിയാം. അതിനെ നമ്മൾ നോക്കണ്ട, കാരണം മുകളിലത്തെ സാധനം തന്നെ ആയിരിക്കുമല്ലോ വരും. 7, 19, 22, 9. സോ എത്രയായിരിക്കും ആൻസർ വരിക? അഗെയിൻ കൂട്ടുക. 14, 15, 29, 29, 7, 36, 36, 10, 46, 9 എത്രയാ? 55, 55, 22, 77, 77, 9 എത്രയാ വരിക? 77, അയ്യോ ഒന്നും കൂടെ 14 എം അല്ലെ. ഓ എത്രാമത്തെയാ? ഓ 15 അല്ല, സോറി, ഓ 12ാമത്തെയാണ്. തിരിച്ച് താഴത്ത് വരുമ്പോൾ നമ്മൾ മുകളിലേക്കല്ലേ നോക്കണ്ടേ. അപ്പൊ 14ഉം 12ഉം എത്രയാണ് വരിക? 14ഉം 12ഉം എന്ന് പറയുമ്പോൾ 26, 26, 7, 33, 33, 10, 43, 9, 52, 52ഉം 22ഉം എന്ന് പറയുമ്പോൾ 74, 74, 9 എത്ര വരും? 83 ആയിരിക്കും. കണ്ടോ? അപ്പൊ റിവേഴ്സ് ആയിട്ടുള്ള സാധനം വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന സമയത്ത്, നമ്മുടെ റഫ് ഷീറ്റ് കിട്ടുന്ന സമയത്ത് ഈ സാധനം ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. സോ ഇതില് മുകളിലുള്ള സാധനം, അതായത് ഒരു ലെറ്ററിന് മുകളില്, ഏത് തൊട്ട് മുകളിലായിട്ട് വരുന്നത് അതിന്റെ ഫോർവേഡ് കോഡിങ്ങും, താഴെ വരുന്ന സാധനം റിവേഴ്സ് കോഡിംഗ് ആണ്. താഴത്തെ ലെറ്റേഴ്സിനും മുകളിൽ വരുന്ന സാധനം റിവേഴ്സ് കോഡിങ്ങും, താഴെ വരുന്ന സാധനം ഏതാണ്? ഫോർവേഡ് കോഡിങ്ങും ആണ്. പിന്നെ തിരിച്ചെഴുതുമ്പോഴും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഇതിന് ബിക്ക് വൈ എന്ന് കോഡ് ചെയ്ത കാര്യം, അപ്പൊ ബിക്ക് വൈ കോഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്തേക്കണം? റിവേഴ്സ് ചെയ്തേക്കാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എച്ചിന് എസ് കൂടിയാണെങ്കിൽ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. സോ ഇത് കൃത്യമായി എഴുതി ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? ഇപ്രാവശ്യത്തെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയാലും മറ്റു ചോദ്യങ്ങളായാലും കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നോക്കൂ, മറ്റേത് ക്വസ്റ്റ്യൻസും ചെയ്തെത്തുന്നതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ലോജിക് ഉണ്ടെങ്കിൽ നമ്മുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? സോ അപ്പോ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് എഴുതും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്.